കോൺഗ്രസ് പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡിൽ ഇന്ത്യയുടെ ഭൂപടം വികൃതമാക്കി സ്ഥാപിച്ചു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി BJP രംഗത്ത്. കാശ്മീരിന്റെ പകുതി ഭാഗം മാത്രമുള്ള ഭൂപടമായിരുന്നു ഫ്ലെക്സ് ബോർഡിൽ ചേർത്തിരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ BJP രംഗത്ത് വരികയായിരുന്നു. കർണാടക BJP ഫ്ലെക്സ് ബോർഡിന്റെ ചിത്രം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കട ചൈനയ്ക്ക് വേണ്ടി എല്ലാ സമയവും തുറന്നിരിക്കുകയാണ് എന്ന വിമർശനത്തോടു കൂടിയായിരുന്നു BJP ചിത്രങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസ് ഒരിക്കൽ രാജ്യത്തെ വിഭജിച്ചു, അവർക്കതൊരിക്കൽ കൂടി ചെയ്യണം, അതവർ ചെയ്യുമെന്നും BJP പറഞ്ഞു. കോൺഗ്രസ് വ്യക്തമായ അജണ്ടയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ഭൂപടത്തോട് പോലും ബഹുമാനമില്ലാത്ത വികൃതമായ നിലയിൽ അത് ചിത്രീകരിക്കുന്നതും. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവുമായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വലിയ പ്രതിഷേധമാണ് പാർലമെന്റിൽ അഴിച്ചുവിട്ടതും. കാശ്മീർ ഇപ്പോൾ അനുഭവിക്കുന്ന സമാധാനവും ഐക്യവും ഇല്ലായ്മ ചെയ്യണം എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നതും. രാഹുൽ ഗാന്ധി ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. ഇന്ത്യയെ ഒരിക്കൽ കൂടെ വിഭജിക്കാനാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ BJP നാട് ഭരിക്കുന്ന കാലത്തോളം പ്രതിപക്ഷ നേതാവിന്റെ ഒരു നീക്കവും നടത്താൻ അനുവദിക്കുകയില്ല എന്നാണ് BJP വ്യക്തമാക്കുന്നതും. അതേസമയം കർണാടകയിൽ നടക്കുന്ന യോഗത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിലായിരുന്നു പൂർണ്ണതയില്ലാത്ത ഇന്ത്യയുടെ ഭൂപടം അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. WCC യോഗത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതും. ഇതിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നീ ദേശീയ നേതാക്കളുടെ ചിത്രവും ഒപ്പം മഹാത്മാഗാന്ധിയുടെ ചിത്രവുമുണ്ട്. ഇതിനു പുറമെ മറ്റു ചില നേതാക്കളുടെയും ചിത്രവും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം മുകളിലായിട്ടായിരുന്നു ഇന്ത്യയുടെ ഭൂപടം അവർ സ്ഥാപിച്ചതും. അതേസമയം BJPയെ കടന്നാക്രമിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധി രംഗത്ത് വന്നു. രാജ്യത്ത് ഗാന്ധിയുടെ പൈതൃകം പോലും ഭീഷണിയിലാണെന്നാണ് അവർ ആരോപിക്കുന്നതും. BJPയെയും വലതുപക്ഷത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സോണിയ തന്റെ അഭിപ്രായം പങ്കുവച്ചതും. കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയവരിൽ നിന്നും അവർക്ക് പിന്തുണ നൽകുന്ന ആശയങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഗാന്ധിയുടെ പൈതൃകം ഭീഷണിയിലാണെന്നാണ് സോണിയ ആരോപിക്കുന്നത്. BJPയെയും RSSനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോണിയാഗാന്ധി വിമർശനം കടുപ്പിക്കുകയായിരുന്നു. ഈ സംഘടനകൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയിട്ടില്ല. അവർ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച മോശം അന്തരീക്ഷം സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ കൊലയാളികളെ അവർ മഹത്വൽക്കരിക്കുന്നുവെന്നാണ് സോണിയ പറഞ്ഞത്. രാജ്യത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിലെ ഗാന്ധിയൻ സ്ഥാപനങ്ങൾ ആക്രമണത്തിനിരയായി എന്നും സോണിയ ചൂണ്ടിക്കാട്ടി. ഈ ശക്തികളെ നേരിടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം പുതുക്കുക എന്നത് തന്റെ പാർട്ടിയുടെ കടമയാണ് എന്നും അവർ വ്യക്തമാക്കുന്നു. ഒരു നൂറ്റാണ്ട് മുൻപ് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കർണാടകയിലെ ബെലഗാവിയിലാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തക സമിതി വിപുലീകരണമായ യോഗം നടന്നത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധിക്ക് പങ്കെടുക്കാനായില്ല. ഭരണഘടനാ മൂല്യങ്ങളും ഗാന്ധിയൻ ആദർശങ്ങളും സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ കടമയാണ് എന്ന് ചടങ്ങിൽ വായിച്ച രേഖാമൂലമുള്ള പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കി. മഹാത്മാഗാന്ധി ബെലഗാവിയിൽ കോൺഗ്രസ് അധ്യക്ഷനായത് വലിയ വഴിത്തിരിവായി എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ചിത്രത്തിലെ ഒരു പരിവർത്തന നാഴികക്കല്ലായിരുന്നു അത്. ഇത് മഹാത്മാഗാന്ധിയുടെ പൈതൃകം സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നാം സ്വയം സമർപ്പിക്കുന്നു. നമ്മുടെ പ്രചോദനത്തിന് അടിസ്ഥാന സ്രോതസ്സായി അദ്ദേഹം എന്നും ഉണ്ടായിരിക്കുമെന്നും ഇനിയും അത് തുടരുമെന്നുമാണ് സോണിയാഗാന്ധി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.